1 സാമുവേൽ അധ്യായം 4 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1 സാമുവേൽ അധ്യായം 4 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. ചോദ്യം 2 ആരുടെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു? ഉത്തരം സാമുവേലിൻ്റെ. ചോദ്യം 3 സാമുവേലിൻ്റെ വാക്ക് ആര് ആദരിച്ചു? ഉത്തരം ഇസ്രായേൽ മുഴുവൻ. ചോദ്യം 4 അക്കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 5 സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്ത്യർ ആർക്കെതിരെ യുദ്ധത്തിന് വന്നു? ഉത്തരം ഇസ്രായേലിനെതിരെ. ചോദ്യം 6 ഫിലിസ്ത്യരെ നേരിടാൻ സന്നദ്ധമായ ഇസ്രായേൽ എവിടെ പാളയമടിച്ചു? ഉത്തരം എബനേസറിൽ. ചോദ്യം 7 ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ പാളയമടിച്ചത് എവിടെ? ഉത്തരം അഫെക്കിൽ. ചോദ്യം 8 അഫെക്കിൽ പാളയമടിച്ചത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 9 ഡാഷ് ഇസ്രായേലിനെതിരെ അണിനിരന്നു, യുദ്ധത്തിൽ ഇസ്രായേലർ പരാജയപ്പെട്ടു. 1 സാമുവേൽ 4:2 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 10 ഫിലിസ്ത്യരും ഇസ്രായേലിനും തമ്മിലുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടതാര്? ഉത്തരം ഇസ്രായേലർ. ചോദ്യം 11 യുദ്ധക്കളത്തിൽ വെച്ചു തന്നെ എത്ര ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു? ഉത്തരം 4000-ഓളം ആളുകളെ. ചോദ്യം 12 4000-ഓളം ഇസ്രായേലിനെ യുദ്ധക്കളത്തിൽ വെച്ചു തന്നെ വധിച്ചത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 13 യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കപ്പെടാതെ ശേഷിച്ചവർ എവിടെ തിരിച്ചെത്തി? ഉത്തരം പാളയത്തിൽ. ചോദ്യം 14 ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ചോദിച്ച ചോദ്യമെന്ത്? ഉത്തരം ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ചോദ്യം 15 ഫിലിസ്ത്യർ ഇസ്രായേലിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എവിടെയായിരുന്നു? ഉത്തരം ഷീലോയിൽ. ചോദ്യം 16 എവിടെ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം ഷീലോയിൽ നിന്ന്. ചോദ്യം 17 അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് നമ്മെ എന്തു ചെയ്യുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. ചോദ്യം 18 കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എന്തിനു മേലാണ് എഴുന്നള്ളിയിരിക്കുന്നത്? ഉത്തരം കെരൂബുകളുടെ മേൽ. ചോദ്യം 19 കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്നത് എന്ത്? ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം. ചോദ്യം 20 പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെ? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 21 ഏലിയുടെ പുത്രന്മാർ. ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 22 ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചത് എപ്പോൾ? ഉത്തരം കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ. ചോദ്യം 23 കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്തു? ഉത്തരം ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ചോദ്യം 24 ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു, അത് ഡാഷ്. 1 സാമുവേൽ 4:5 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. ചോദ്യം 25 ആരുടെ ആർത്തുവിളിയാണ് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചത്? ഉത്തരം ഇസ്രായേലിൻ്റെ. ചോദ്യം 26 1 സാമുവേൽ അധ്യായം 4 ഏക തലക്കെട്ട്. ഉത്തരം വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. ചോദ്യം 27 ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു, ഏത് ശബ്ദം? ഉത്തരം ഇസ്രായേലിൻ്റെ ആർത്തുവിളിയുടെ ശബ്ദം. ചോദ്യം 28 ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസ്യത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 29 എവിടെ നിന്നാണ് ഉഗ്രാട്ടഹാസം പുറപ്പെട്ടത്? ഉത്തരം ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന്. ചോദ്യം 30
എന്ത് കൂടാരത്തിലെത്തിയെന്നാണ് ഫിലിസ്ത്യർ മനസ്സിലാക്കിയത്? ഉത്തരം കർത്താവിൻ്റെ പേടകം. ചോദ്യം 31. കർത്താവിൻ്റെ പേടകം എവിടെ എത്തിയെന്ന് ഫിലിസ്ത്യർ മനസ്സിലാക്കി? ഉത്തരം കൂടാരത്തിൽ. ചോദ്യം 32. എപ്പോഴാണ് ഫിലിസ്ത്യർ ഭയചകിതരായത്? ഉത്തരം കർത്താവിൻ്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ. ചോദ്യം 33. ആരാണ് ഭയചകിതരായത്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 34. ഭയചകിതരായ ഫിലിസ്ത്യർ എന്താണ് പറഞ്ഞത്? ഉത്തരം പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്. ചോദ്യം 35. പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, നമ്മൾ ഡാഷ്. 1 സാമുവേൽ 4:7 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം നശിച്ചു. ചോദ്യം 36. നമ്മൾ നശിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഫിലിസ്ത്യർ എന്താണ് പറയുന്നത്? ഉത്തരം മുമ്പൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ചോദ്യം 37. മുമ്പൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചോദിക്കുന്ന ചോദ്യമെന്ത്? ഉത്തരം ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ചോദ്യം 38. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം ഫിലിസ്ത്യരുടെ. ചോദ്യം 39. ആരെ ഞെരുക്കിയ ദേവന്മാരാണവർ എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? ഉത്തരം ഈജിപ്തുകാരെ. ചോദ്യം 40. ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എവിടെ വെച്ച്? ഉത്തരം മരുഭൂമിയിൽ വെച്ച്. ചോദ്യം 41. ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എങ്ങനെ? ഉത്തരം നിരവധി ബാധകൾ കൊണ്ട്. ചോദ്യം 42. ഫിലിസ്ത്യരെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യുദ്ധം ചെയ്യുവിൻ. ചോദ്യം 43. ഫിലിസ്ത്യരോട് എങ്ങനെ യുദ്ധം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ധീരതയോടും പൗരുഷത്തോടും കൂടെ. ചോദ്യം 44. ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം നാം അവർക്ക് അടിമകളാകേണ്ടി വരും. ചോദ്യം 45. ആര് നമുക്ക് അടിമകൾ ആയിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും എന്നാണ് ഫിലിസ്ത്യർ പറയുന്നത്? ഉത്തരം ഹെബ്രായർ. ചോദ്യം 46. ആര് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 47. ആരാണ് പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തത്? ഉത്തരം ഇസ്രായേൽ. ചോദ്യം 48. ഇസ്രായേൽ പരാജയപ്പെട്ട് എവിടേക്ക് പലായനം ചെയ്തു? ഉത്തരം കൂടാരത്തിലേക്ക്. ചോദ്യം 49. ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു, വലിയൊരു ഡാഷ് നടന്നു. 1 സാമുവേൽ 4:10 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം നരവേട്ട. ചോദ്യം 50. വലിയൊരു നരവേട്ട നടന്നു, എത്ര പടയാളികൾ നിലംപതിച്ചു? ഉത്തരം 30,000. ചോദ്യം 51. ശത്രുക്കൾ എന്താണ് കൈവശപ്പെടുത്തിയത്? ഉത്തരം ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 52. ആരാണ് ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തിയത്? ഉത്തരം ശത്രുക്കൾ. ചോദ്യം 53. ആരാണ് യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തിയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. ചോദ്യം 54. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്ത് നിന്ന് ഓടി എവിടെ എത്തി? ഉത്തരം ഷീലോയിൽ. ചോദ്യം 55. യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തിയവൻ എന്താണ് വലിച്ചു കീറിയിരുന്നത്? ഉത്തരം വസ്ത്രം. ചോദ്യം 56. യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തിയവൻ എവിടെയാണ് പൂഴി വിതറിയിരുന്നത്? ഉത്തരം തലയിൽ. ചോദ്യം 57. ആരാണ് വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നത്? ഉത്തരം യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തിയവൻ. ചോദ്യം 58. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തുമ്പോൾ ആരാണ് വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നത്? ഉത്തരം ഏലി. ചോദ്യം 59. ഏലി എവിടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് പീഠത്തിൽ ഇരുന്നത്? ഉത്തരം വഴിയിലേക്ക്.
ചോദ്യം 60. ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് എവിടെയാണ് ഇരിക്കുകയായിരുന്നത്? ഉത്തരം പീഠത്തിൽ. ചോദ്യം 61. എന്തിനെക്കുറിച്ചാണ് ഏലി ആകുലചിത്തനായിരുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. ചോദ്യം 62. ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുലചിത്തനായിരുന്നത് ആര്? ഉത്തരം ഏലി. ചോദ്യം 63. ആരാണ് മുറവിളി കൂട്ടിയത്? ഉത്തരം പട്ടണവാസികൾ. ചോദ്യം 64. പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് എപ്പോൾ? ഉത്തരം ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ. ചോദ്യം 65. ദൂതൻ പട്ടണത്തിലെത്തി വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ എന്തു ചെയ്തു? ഉത്തരം മുറവിളി കൂട്ടി. ചോദ്യം 66. പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് ആരാണ് കേട്ടത്? ഉത്തരം ഏലി. ചോദ്യം 67. പട്ടണവാസികളുടെ മുറവിളി കേട്ടപ്പോൾ ഏലി എന്താണ് ചോദിച്ചത്? ഉത്തരം എന്താണീ മുറവിളി? ചോദ്യം 68. എന്താണീ മുറവിളി എന്ന് ഏലി ആരാഞ്ഞപ്പോൾ ആരാണ് ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നത്? ഉത്തരം ദൂതൻ. ചോദ്യം 69. ആർക്കാണ് 98 വയസ്സുണ്ടായിരുന്നത്? ഉത്തരം ഏലിക്ക്. ചോദ്യം 70. 1 സാമുവേൽ 4:15 നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ മിക്കവാറും അന്ധനായിരുന്നു. ആര്? ഉത്തരം ഏലി. ചോദ്യം 71. ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദൂതൻ ഏലിയോട്. ചോദ്യം 72. മകനെ എന്തു സംഭവിച്ചുവെന്ന് ദൂതനോട് ചോദിച്ചതാര്? ഉത്തരം ഏലി. ചോദ്യം 73. മകനെ എന്ത് സംഭവിച്ചുവെന്ന് ഏലി ചോദിച്ചപ്പോൾ ദൂതൻ ആദ്യം എന്താണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റോടി. ദൂതൻ ഏലിയോട് എത്ര കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം 5. ചോദ്യം 75. ദൂതൻ ഏലിയോട് പറഞ്ഞ 5 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റോടി, ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു, അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു, അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനെഹാസിനെയും അവർ വധിച്ചു, ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തി. ചോദ്യം 76. ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തിന് എന്ത് സംഭവിച്ചുവെന്നാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം കൊല്ലപ്പെട്ടു. ചോദ്യം 77. അത് ഭയങ്കരമായ ഒരു ഡാഷ്. 1 സാമുവേൽ 4:17 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പരാജയമായിരുന്നു. ചോദ്യം 78. ആര് വധിക്കപ്പെട്ട കാര്യമാണ് ദൂതൻ ഏലിയോട് പറഞ്ഞത്? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 79. എന്തു കേട്ടപ്പോഴാണ് ഏലി മറിഞ്ഞു വീണത്? ഉത്തരം ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ. ചോദ്യം 80. ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ ഏലിക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു. ചോദ്യം 81. ഏലി എവിടെ നിന്നാണ് താഴെ വീണത്? ഉത്തരം വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന്. ചോദ്യം 82. വൃദ്ധനും ക്ഷീണിതനുമായിരുന്നത് ആര്? ഉത്തരം ഏലി. ചോദ്യം 83. ഏലി എങ്ങനെയാണ് മരിച്ചത്? ഉത്തരം കഴുത്തൊടിഞ്ഞ്. ചോദ്യം 84. കഴുത്തൊടിഞ്ഞ് മരിച്ചത് ആര്? ഉത്തരം ഏലി. ചോദ്യം 85. ഏലി വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് എങ്ങോട്ടാണ് മറിഞ്ഞത്? ഉത്തരം പിറകോട്ട്. ചോദ്യം 86. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം 40 വർഷം. ചോദ്യം 87. 1 സാമുവേൽ 4:19 വായിക്കുന്ന ഗർഭിണി ആരുടെ ഭാര്യയാണ്? ഉത്തരം ഫിനെഹാസിൻ്റെ. ചോദ്യം 88. ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ ആർക്കാണ് പ്രസവവേദന ശക്തിപ്പെട്ടത്? ഉത്തരം ഫിനെഹാസിൻ്റെ ഭാര്യയ്ക്ക്. ചോദ്യം 89. ഫിനെഹാസിൻ്റെ ഭാര്യയെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ അവളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ഭയപ്പെടേണ്ട, നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ചോദ്യം 90. നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നുവെന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം എന്തായിരുന്നു?
ഉത്തരം: അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ചോദ്യം 91: എന്തു പറഞ്ഞുകൊണ്ടാണ് ഫിനെഹാസിൻ്റെ ഭാര്യ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേര് നൽകിയത്? ഉത്തരം: മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി. ചോദ്യം 92: മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞതാര്? ഉത്തരം: ഫിനെഹാസിൻ്റെ ഭാര്യ. ചോദ്യം 93: ഫിനെഹാസിൻ്റെ മകൻ്റെ പേര്? ഉത്തരം: ഇക്കാബോദ്. ചോദ്യം 94: മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ. ചോദ്യം 95: മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ എത്ര തവണ പറയുന്നുണ്ട്? ഉത്തരം: 2 തവണ. ചോദ്യം 96: ഇക്കാബോദ് എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം: മഹത്വമില്ല. ചോദ്യം 97: 1 സാമുവേൽ 4:3 സമാനമായ വചനഭാഗം? ഉത്തരം: സംഖ്യ 10:35. ചോദ്യം 98: 1 സാമുവേൽ 4:3 സംഖ്യ 10:35 പൊതുവായി കാണുന്ന ഒരു പദം? ഉത്തരം: പേടകം. ചോദ്യം 99: സംഖ്യ 10:35 പേടകം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ 1 സാമുവേൽ 4:3 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം.